എന്താകില്ല, നീ എന്തിനാ അങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എല്ലാം കൃഷ്ണേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഷുവർട്ടി ഒപ്പിട്ട് കൊടുത്ത പ്രോജക്ട് കൃഷ്ണേട്ടന്റെ മോൻ വലിച്ചെറിഞ്ഞിട്ട് വന്നു അത്രേ. ആനന്ദിന്റെ ഷൂട്ട് വേണ്ടെന്ന് പറഞ്ഞു? അതെ, എന്റെ ഔദാര്യത്തിൽ അവനും ബിസിനസ് തുടങ്ങാൻ അവന്റെ ഈഗോ അവനെ അനുവദിച്ചു കാണത്തില്ല. പെറ്റമ്മയോട് പോലും ഈഗോ കാണിക്കുന്ന ഒരു മകൻ, അവൻ ഇത്തരത്തിൽ മാറിപ്പോകുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അഖില, നീ ഇപ്പോഴും നിന്റെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നത്. നിന്റെ ഭാഗത്ത് ന്യായം ഉള്ളതുപോലെ അവന്റെ ഭാഗത്ത് ന്യായം ഉണ്ടാവും. അവന്റെ ഭാഗത്തുള്ളത് ന്യായമല്ല, ഈഗോ. അതുകൊണ്ടാ ഞാൻ കൊടുത്ത ഷുവർട്ടി വേണ്ടാന്ന് വെച്ച് 100 കോടിയുടെ പ്രോജക്ട് അവൻ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. വിതച്ചതേ മുളച്ചിട്ടുള്ളൂ അഖില. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നീ എന്നാ കമ്പനിയിൽ വെച്ച് ആനന്ദിനോട് എന്താ പറഞ്ഞത്? നിന്റെ വാക്ക് കേൾക്കാൻ വയ്യാത്ത ആനന്ദിന് തൃച്ചംബരത്തിന്റെ പ്രൗഢിയും അന്തസ്സും സമ്പത്തും പദവിയും ഒന്നും പങ്കിട്ടെടുക്കണ്ടെന്ന്. അപ്പൊ അവൻ തിരിച്ചു പറഞ്ഞതല്ലേ, അതിലൊന്നും പങ്കാളിയാവാൻ ഇനി അവനില്ലാന്ന്. എന്നിട്ട് നീ കൊടുക്കുന്ന ഷൂർട്ടി അവൻ എങ്ങനെ സ്വീകരിക്കും? അവനും ഉണ്ടാവില്ലേ അഭിമാനവും അന്തസ്സും ഒക്കെ? ഒന്നോർത്താൽ അവൻ ആരുടെയും ഔദാര്യം പറ്റാത്തതിൽ ഒരമ്മ എന്ന നിലയിൽ നീ സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കൃഷ്ണേട്ടാ, കുഞ്ഞേ. നമസ്കാരം ഗുരുജി. നമസ്കാരം. പവിത്രമായ ക്ഷേത്രാങ്കണത്തിലിരുന്ന് പകൽക്കിനാവ് കാണുകയായിരുന്നല്ലേ? ക്ഷേത്ര ദർശനം പതിവാണോ? സത്സംഗതിയെന്നേ പറയണ്ടു. ഏതായാലും നന്ന. വരൂ. ക്ഷേത്ര ദർശനശീലം നന്മയെ ഉണ്ടാക്കും. സർവശക്തനായ ഒരു രക്ഷകനുണ്ടെന്ന വിശ്വാസം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ശക്തി പകരും. ആ ധൈര്യം ചെറുതല്ല. ശരിയും തെറ്റുമുള്ള ഈ ലോകത്ത് ശരിയിലേക്കുള്ള കൈചൂണ്ടിപ്പലകയാണ് ദൈവം. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു നല്ല ദൈവവിശ്വാസി പ്രകാശമുള്ള നിലവിളക്കാണ്. കല്യാണിയെ ഞാൻ കീഴ്ക്കാവിൽ വെച്ച് കണ്ടു. കല്യാണി എന്നെ കാണാത്തത് കൊണ്ടും പ്രാർത്ഥനാ നിരതയായി നിൽക്കുന്നത് കൊണ്ടും ഞാൻ സംസാരിച്ചില്ല. മനസ്സ് ദൈവത്തിൽ വിലയം പ്രാപിക്കുന്ന ആ ഏകാന്തമായ പ്രാർത്ഥന തടസ്സപ്പെടുത്തണ്ട എന്ന് കരുതി. അത് ഗുരുജിക്ക് അറിയാലോ, കല്യാണി ഒരു അമ്പലക്കുട്ടിയാ. അറിയാം. കല്യാണി ദൈവപ്രസാദമുള്ളവളാണ്. അതുകൊണ്ടാണല്ലോ കല്യാണിയെ തൃച്ചംബരത്ത് രംഗമാക്കി മാറ്റിയത്. ദൈവനിശ്ചയമാണ് നിങ്ങളുടെ കല്യാണം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും പറയാറുള്ളതുപോലെ ഇപ്പോഴും പറയുന്നു. പ്രതിസന്ധികളും പരീക്ഷണങ്ങളും തീർന്നിട്ടില്ല. പ്രതിസന്ധികൾക്കൊന്നും ഒരു കുറവുമില്ല ഗുരുജി. ഒന്നോർത്താൽ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഇല്ലെങ്കിൽ പിന്നെന്ത് ജീവിതം? കുത്തൊഴുക്കും ഓളപ്പാച്ചിലുകളും ചുഴികളുമില്ലെങ്കിൽ പുഴ പുഴയാകുമോ? ആത്മസംഘർഷങ്ങളുടെയും ധർമ്മസങ്കടങ്ങളുടെയും വികാര സംഘട്ടനങ്ങളുടെയും ആകത്തുകയാണ് ഓരോ മനുഷ്യജീവിതവും. അതിനെ നേരിട്ട് വിജയിച്ച് ജീവിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. കല്യാണിയുമായിട്ടുള്ള കുഞ്ഞിന്റെ സ്നേഹവും വിവാഹവും സർവേശ്വര നിശ്ചയമെന്നേ എനിക്ക് പറയാനാവൂ. മനഃപൂർവ്വം അല്ലെങ്കിലും അമ്മയെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ഗുരുജി. അറിയാം. ഞാൻ വന്നപ്പോഴും അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയായിരുന്നുവെന്ന് ആ മുഖം പറയുന്നുണ്ടായിരുന്നു. സങ്കടങ്ങളുടെ ആഴവും പരപ്പും കൂടുന്തോറും പ്രാർത്ഥനയുടെ നീളവും കൂടും. കൃഷ്ണേട്ടാ, ഇളയച്ചനെ ഒന്ന് കാണുമായിരുന്നു.
ഇളയച്ചൻ എവിടെയാണെന്ന് വല്ല നിശ്ചയമുണ്ടോ? ശാന്തി തേടിയുള്ള യാത്രയിലല്ലേ? കൈലാസ യാത്രയ്ക്ക് പോയിട്ട് പിന്നെ ഒരു അറിവുമില്ലല്ലോ. എന്നാലും സാരമില്ല, ഒന്ന് വിളിച്ചു നോക്കാം. ഇളയച്ചനെ കണ്ട മനസ്സിനൊരു സമാധാനം കിട്ടുമായിരുന്നു. അഖില, നിന്റെ ഇളയച്ചൻ ഋഷികേശ സ്വാമികൾ പണ്ഡിതനും ത്രികാലജ്ഞാനിയും പ്രപഞ്ചത്തെ അറിഞ്ഞ ശ്രേഷ്ഠനും ഒക്കെ തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല. പക്ഷേ നീ പറഞ്ഞ മനസ്സമാധാനം തരാൻ അദ്ദേഹത്തിനാവില്ല. നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ നീ തന്നെയാണ് ഉത്തരവാദി. നീ നഷ്ടപ്പെടുത്തിയ സമാധാനം വീണ്ടെടുക്കാൻ നിനക്കേ സാധിക്കും. അപ്പോ എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാൻ തന്നെയാണെന്നാണോ കൃഷ്ണേട്ടൻ പറയുന്നത്? അതെ, അവനവന്റെ സമാധാനം അവനവൻ തന്നെയാണ് കണ്ടെത്തേണ്ടത്. സാക്ഷാൽ ശ്രീബുദ്ധൻ തേടി ഇറങ്ങിയിട്ട് കിട്ടാത്തത് ഋഷികേശ സ്വാമികൾക്ക് തരാൻ സാധിക്കില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലെങ്കിലും കൃഷ്ണേട്ടൻ എന്നും എന്നെ കുറ്റപ്പെടുത്തിയ ശീലമുള്ളൂ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. നിന്റെ മുഖത്ത് സമാധാനവും സന്തോഷവുമാണ് ഈ തൃച്ചംബരത്തിന്റെ ആകെ സമാധാനത്തിന്റെ അളവുകോലെന്ന് സൂചിപ്പിച്ചുള്ളൂ. പിന്നെ ഓർമ്മപ്പെടുത്താനുള്ളത് ആനന്ദ് എന്റെ മാത്രം മകനല്ല എന്നുള്ളതാണ്. എന്താ നന്ദന, അരവിന്ദ് വല്ലതും? ഏയ് ഒന്നുമില്ല, ഹീസ് പെർഫെക്റ്റ്. ആനന്ദ്, ഞാൻ സഹോദരങ്ങളില്ലാതെ വളർന്നവളാ. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒറ്റപ്പെടലിന്റെ വീർപ്പുമുട്ടൽ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒറ്റ മകളായതുകൊണ്ട് തന്നെ അമിത വാത്സല്യവും സമ്പത്തും എന്നെ അടുത്ത കാലത്ത് വരെ അഹങ്കാരിയാക്കിയിരുന്നു. ആ അഹങ്കാരമൊക്കെ മാറി ഇന്നത്തെ ഈ ഞാനായത് എന്റെ അരവിന്ദിനൊപ്പം കൂടിയിട്ടാ. അതെ ആനന്ദ്, നിങ്ങൾ തമ്മിലുള്ള പരസ്പരം ജീവൻ പറിച്ചു കൊടുക്കുന്ന സഹോദര സ്നേഹം കണ്ടിട്ടാണ്. സ്വന്തം കൂടപ്പിറപ്പിനെ ജീവനായിട്ട് കരുതുന്ന ഒരനിയന്റെ ഭാര്യയായിട്ടിരിക്കാൻ ഇന്നെനിക്ക് അഭിമാനമാണ് ആനന്ദ്. ഇനി എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ ഏട്ടന്റെ ശബ്ദമൊന്നും കേൾക്കാതെ ഉറങ്ങില്ല അരവിന്ദ്. ഈ ഇടയായിട്ട് ആനന്ദിന്റെ ശബ്ദം കേട്ടിട്ടും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അരവിന്ദിനെ കണ്ടിട്ട് സഹിക്കുന്നില്ല എനിക്ക്. ചില സൂചനകൾ മനസ്സിലേക്ക് വരുമ്പോഴാണ് ഞാൻ തൃച്ചംബരത്തൊന്ന് കയറിയേക്കാമെന്ന് കരുതുന്നതും വരുന്നത്. എന്താ ഗുരുജി, തൃച്ചംബരത്ത് ഇനി എന്തെങ്കിലും എന്ന ചോദ്യത്തിൽ ഇതിനകം തൃച്ചംബരത്തെന്തോ മഹാദുരന്തം സംഭവിച്ചതുപോലുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ തൃച്ചംബരത്ത് ഇതുവരെ നല്ലതു മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. നിത്യജീവിതത്തിലുണ്ടാകാറുള്ള സാധാരണ അനർത്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് സർവ്വസാധാരണം. തൃച്ചംബരത്തിനുമേൽ പതിക്കാനിരുന്ന പല മഹാദുരന്തങ്ങളും തലനാഴിഴയ്ക്ക് മാറിപ്പോയിട്ടുണ്ട്. എല്ലാം ഈശ്വരകാരുണ്യം. എന്നാലും ഇപ്പോഴും തൃച്ചംബരത്ത് വിഷം നിറയ്ക്കാൻ ചില ക്ഷുദ്രജീവികൾ വല വിരിക്കുന്നുണ്ട്. ഈ ക്ഷുദ്രജീവിന്ന് ഇയാള് പറഞ്ഞത് എന്നെയും വിലാസിനാന്റെയും തന്നെയാണ്. ഇയാള് രാവിലെ വലിഞ്ഞു കയറി വന്നപ്പോഴേ ഞാൻ കരുതിയതാ ഇത് എനിക്കും ആന്റിക്കുള്ള പണി തന്നെയായിരിക്കും. ഗുരുജി പറഞ്ഞു വരുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മറ്റൊന്നുമല്ല, തൃച്ചംബരത്തിന്റെ ആകാശത്തു നിന്നും കരിമേഘങ്ങൾ മാഞ്ഞു പോകണം. അതിന് കാരണവപ്രീതി വേണം. തൃച്ചംബരത്തെ അവസാനത്തെ മനുഷ്യജീവനും കത്തിയമരും വരെ ഞങ്ങളുടെ ഈ പ്രതികാരം തുടരും. കേട്ടിട്ടില്ലേ ദ്രോണപുത്ര അശ്വത്ഥാത്മാവിന്റെ പ്രതികാരം? പടയൊടുങ്ങിയ രാത്രിയിൽ ശിബിരങ്ങളിൽ ഉറങ്ങിക്കിടന്ന പാണ്ഡവ മക്കളെയെല്ലാം ചുട്ടുകൊന്നിട്ട്
അവസാനത്തെ ആൺതരി വളരുന്ന ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് ബ്രഹ്മശിരാസ്ത്രമയച്ച അശ്വത്ഥാത്മാവ്. അവന്റെ പ്രതികാരത്തെക്കാൾ കടുത്തതാണ് നാഗമടത്തുകാരുടെ പ്രതികാരം. ഞാൻ വന്നതും അതുപോലെ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയില കുബുദ്ധിയുടെ കാര്യത്തിൽ ഗിരിരാജവർമ്മ അഗ്രഗണ്യനാണെന്ന് എനിക്കറിയാം. ഉപദേശം തേടിയ എന്റെ ഈ വരവ്. അഖിലയുടെ ശത്രുവിന് എന്ത് ഉപദേശവും ഞാൻ തരും. പറയേ. പ്രിയങ്കയുടെ അറിവോടെ അഖിലയെ പതുക്കെ പതുക്കെ ഇല്ലാതാക്കാനുള്ള ഒരു പദ്ധതിയില്ല ഞങ്ങൾ. അറിയാം. എന്നിട്ടും പ്രിയങ്കയില്ലാത്ത തക്കം നോക്കി എന്നെ തേടി വന്നത് എന്തിനാണെന്നും എനിക്കറിയാം. ഒന്ന് പിഴച്ചു പോയാൽ പിന്നെ എന്ത് എന്ന് ഉത്തരം തേടിയല്ലേ ഈ വരവ്. 1000 ശകുനിമാരുടെ കുബുദ്ധിയും യാഗോമാരുടെ തന്ത്രങ്ങളും ജന്മനാ ഒരു വരദാനം പോലെ കിട്ടിയ തലച്ചോറിന്റെ ഉടമയാണ് ഞാൻ. അതുകൊണ്ട് ഒന്നൊഴിഞ്ഞാൽ മറ്റൊരു മാർഗം പറഞ്ഞു തരാനാവും എനിക്ക് എന്ന ഉത്തമ ബോധ്യമുണ്ട് വിലാസിനിക്ക്. ശരിയല്ലേ? നാഗമടത്തെ ഗിരിരാജവർമ്മയുടെ ഈ ജന്മം ബാക്കി നിൽക്കുന്നത് അഖിലാണ്ടേശ്വരിയുടെ ചേതനയേറ്റ ശരീരം കെട്ടൊന്ന് കുട്ടിച്ചിരിക്കാൻ മാത്രമാ. അതോടെ തീർന്നു എന്റെ ഈ ജന്മദൗത്യം. എല്ലാം ദോഷങ്ങളാ വിലാസിനി. ഗുരുജി എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാ ആ പല്ലി വന്ന് വീണത്. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. പല്ലി വീണാലേ മരണവും കാരാഗൃഹവാസവും ഫലം എന്നാണ് ഓപ്പോള് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഈശ്വര, ഇതിപ്പോ എന്തൊക്കെ അനർത്ഥങ്ങളാണോ എന്തോ. മനസ്സും ശരീരവും തളർന്നു പോകുന്നത് പോലെ. തളരും. അത് പല്ലിയും കൊല്ലിയൊന്നും വീണിട്ടല്ല, സ്ലോ പോയിസൺ ഓരോരോ അവയവങ്ങളെയായി ബാധിച്ചു തുടങ്ങുന്നത് കൊണ്ടാ. ആ കല്യാണി എന്ന നശിച്ച ജന്മം എന്ന് ഈ തൃച്ചംബരത്ത് കാലെടുത്ത് വെച്ചോ അന്ന് മുതൽ തുടങ്ങിയതാ ഈ തൃച്ചംബരത്തിന്റെ നാശം. ഒരു ദീപസ്തംഭം പോലെ തിളങ്ങി നിന്നതല്ലേ ഈ തൃച്ചംബരം. സമ്പത്തും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടായിരുന്ന തറവാട്. അവസാനം അവള് ചേച്ചിയുടെ ഹൃദയവും പറിച്ചോണ്ടല്ലേ പോയത്. അയ്യോ, ചേച്ചിയുടെ ഈ അവസ്ഥ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ചേച്ചി. അന്ന് ആനന്ദ ഞാനും തമ്മിലുള്ള കല്യാണം മുടങ്ങിയ സമയത്ത് ഓഡിറ്റോറിയത്തിൽ നിസ്സഹായനായി നിന്ന് പോലീസിന്റെ ഇടി വാങ്ങുന്ന അങ്കിളിനെ കണ്ടപ്പോ എനിക്ക് പുച്ഛം തോന്നി. നാഗമഠത്തിന് തന്നെ അപമാനമായൊരു ആൺജന്മമായിരിക്കുമെന്ന് ഞാൻ ഒരു നിമിഷം വിശ്വസിച്ചു പോയി. പക്ഷേ ഒരു കോടതിക്കും നിയമത്തിനും കൊടുക്കാതെ എന്നെയും പ്രിയങ്കയും ഞൊടിയിടകൊണ്ട് കുറ്റവിമുക്തരാക്കിയ അങ്കിളിന്റെ കൂർമ്മ ബുദ്ധി, ആ ക്ഷത്രിയ വീര്യം, അതും ഞാൻ കണ്ടു. പണമെറിഞ്ഞും അധികാരത്തെ കൈപ്പിടിയിൽ ഒതുക്കിയും എന്തിനേയും തനിക്ക് അനുകൂലമായി മാറ്റാൻ കെൽപ്പുള്ള ഒരഹങ്കാരിയായ മാടമ്പിയെ ഞാൻ ആ നിമിഷം മുതൽ അങ്കിളിലൂടെ വരച്ചെടുക്കായിരുന്നു. പിന്നെ ഒരു അന്വേഷണമായിരുന്നു അതുവരെ അറിയാത്ത മാതുലനെ പറ്റി. ചെയ്ത് വിജയിച്ച വീരഗാഥകളുടെ അധ്യായങ്ങളിലൂടെ. എന്റെ ലക്ഷ്യം തെറ്റിയില്ല. ഒരു നരിയുടെ വളഞ്ഞ വഴിയിലൂടെ കുതിരവേഗത്തിൽ സഞ്ചരിച്ച ഞാൻ പാഞ്ഞെത്തിയത് പേടമാനിന്റെ കൂട്ടിലല്ല, സടനരച്ച ഒന്നാന്തരം സിംഹത്തിന്റെ ഗുഹയില. മറ്റൊന്നും അല്ലങ്കളെ, എന്തോ പഴയതുപോലെ പ്രവൃത്തിയിലെ തീക്ഷ്ണതയും നോട്ടത്തിലെ മൂർച്ചയും ഇന്നവൾക്കുണ്ടോ എന്നൊരു സംശയം. ഗംഗേ, നീ പറയുന്ന തരത്തിലുള്ള ഒരു മാറ്റവും അവൾക്ക് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പകയുടെ കാര്യത്തില് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാത്ത പാഞ്ചാലിയാണ് അവള്. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. എന്നിലേക്ക് പ്രതികാരാഗ്നി പകർന്നവൾ അവൾ.
അവള് തളരരുതെന്നേ ഉദ്ദേശിച്ചുള്ളൂ. അങ്കിളെ, ഏതോ ഒരു തലമുറയിലെ കാരണവന്മാരുണ്ടാക്കി വെച്ച കുടിപ്പകയുടെ കടം തീർക്കാൻ സ്വയം ചാവേറ് വേഷം കെട്ടിയിറങ്ങാൻ പ്രിയങ്കയോളം വിഡ്ഢിയല്ല ഈ നാഗമടത്ത് ഗംഗ. എനിക്ക് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട്. നിധി ലക്ഷ്യമിട്ട കൊട്ടാരത്തിന്റെ അടിത്തറ വരെ പൊളിക്കുന്നവരെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതുപോലെ എനിക്കുണ്ട് കൃത്യമായ ലക്ഷ്യം. തൃച്ചംബരം പൊളിച്ച് എനിക്ക് സ്വന്തമാക്കാനുള്ള നിധി അവനാ, ആ ആനന്ദ് കൃഷ്ണൻ. ആ നിധി സ്വന്തമാക്കാൻ നിധി കാക്കുന്ന ഭൂതത്തെ പോലും കൊല്ലണമെങ്കിൽ കൊല്ലും. അതിന് ചതിച്ചും കൊന്നും അറപ്പ് തീർന്ന ഈ മനസ്സിന്റെ സാന്നിധ്യം എനിക്ക് വേണം. ഇത് പ്രിയങ്കയെ കൂടെ നിർത്തിക്കൊണ്ടുള്ള പോരാട്ടം അല്ല, ഒളിഞ്ഞും മറഞ്ഞുമുള്ള പോരാട്ടം. ഞാനിപ്പോ അതിന്റെ പാസ്വേഡ് അങ്ങ് മാറ്റി. 3232 മാറ്റിയോ? എന്ത് കഷ്ടം ആന്റി. പോ. അതെ, എന്റെ പാസ്വേഡ് മാറ്റുന്നതിന് നിന്റെ അനുവാദം വേണോ? നിന്റെ ഫോണിൽ വന്നേ. ഇങ്ങ് താടി. ഈശ്വര, ഇത്തിരി നാളും അക്കൗണ്ടിന് എന്തൊക്കെ ഓർഡർ ചെയ്ത് നോക്കുമായിരിക്കും. അപ്പോ അജ്ഞാതന് വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്നത് ഇവളല്ല. പഴയ കുടിപ്പകകളെല്ലാം പരസ്പരം മറന്ന് ഒത്തൊരുമിച്ച് ഒരു ജീവിതം. ഇപ്പൊ ആന്റിയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ, ജയത്തിന്റെ ഒരു നാമ്പ് മുളച്ചു തുടങ്ങിയിട്ടുണ്ടാവും. ഗംഗയുടെ തൃച്ചംബരവാസം തൃച്ചംബരത്തൊരു പുഴയൊഴുക്കി ആനന്ദ് കൃഷ്ണന്റെ പുതിയ തലമുറയെ പ്രസവിച്ച് പരമ്പര നിലനിർത്താനല്ല, മോഹമടങ്ങും വരെ അവനോടൊപ്പം കഴിഞ്ഞിട്ട് നശിപ്പിക്കാൻ. അതെ, ഒന്ന് കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് തൃച്ചംബരത്തിന്റെ അസ്ഥിവാരം ഇളക്കാൻ. അന്ന് ശിവരാമൻ അങ്കിളിനെ കൊല്ലാൻ ശ്രമിച്ചതുപോലെ ഒന്നൊന്നായി കൊന്നൊടുക്കാൻ. കൊല്ലും ഞാൻ, കൊന്നൊടുക്കും. ഇത് പറയാനാ ഞാൻ വന്നത്. കരുതിയിരുന്നോ? നിക്ക്. അറിയാം, നീ വന്നത് തൃച്ചംബരത്തിന്റെ തകർച്ച കാണാനായിട്ടാണെന്ന് എനിക്കും നന്നായിട്ടറിയാം. നീ വരാൻ പോകുന്നു പറഞ്ഞപ്പോ വേണ്ടാന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മറ്റൊന്നായിരുന്നില്ല. മരണം ചോദിച്ചു വരരുതെന്ന് തന്നെയായിരുന്നു. എന്തേ എന്റെ പ്രേയസിയുടെ മുഖത്തൊരു കഥനഭാരം? ഏയ്, ഒന്നുമില്ല വല്യുഞ്ഞെ. കല്യാണി, നിന്റെ മുഖം ഒന്ന് കറുത്താൽ എനിക്ക് മനസ്സിലാവും. എന്താ കല്യാണി, എന്താ നിനക്ക് പറ്റിയത്? ഒന്നുമില്ല വല്യുഞ്ഞെ. 17 കമ്പനികളുടെ MD ആയിരുന്ന ആളാ എന്റെ വല്യുഞ്ഞെ. ആ വല്യുഞ്ഞെ ഒരു ചെറിയ കമ്പനിയിൽ വെറൊരു ജോലിക്കാരനായി പോവാന്ന് വെച്ചാ എന്തോ എനിക്കതങ്ങോട്ട്. ഓ, അപ്പൊ അതാണ് പ്രശ്നം. കല്യാണി,
ഞാൻ ചെറിയൊരു ശമ്പളത്തിന് ജോലിക്ക് പോകുന്നത് വലിയൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാ. എന്ത് കാര്യമൊന്നായിരിക്കും. ചെറിയ ജോലിക്ക് പോകുമ്പോ എന്റെ ഭാര്യ എനിക്ക് വലിയ അളവിൽ സ്നേഹിക്കാൻ പറ്റും. ഒരുപാട് സമയം ഉണ്ടാവും കല്യാണി. ദേ, സ്നേഹം കൊണ്ടൊരു തുലാഭാരം തീർക്കും ഞാൻ. എന്നാ പോയിട്ടെ. എന്താ ഇതൊക്കെ? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഈ ഭിത്തിയിലൊക്കെ നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നെ? ഇതോ? ഇത് തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണന്റെ ചിത്രങ്ങൾ. എന്താ, ഇവന് നിനക്കറിയില്ലേ? പട്ടടയിലേക്ക് വെക്കപ്പെട്ട എന്റെ പ്രണയ കഥയിലെ നായകൻ. ആ ജന്മശത്രു എന്നാ നിനക്ക് നായകനായത്? അതെ, സമ്മതിച്ചു. ഇവൻ നാഗമഠത്തിന്റെ ശത്രു. അല്ലാതെ വലിയ തൃച്ചംബരത്ത് പിറവിയെടുത്ത ഗന്ധർവനൊന്നുമല്ല. അമ്മയുടെ വാക്കുകേട്ട് ജീവിതം പാഴാക്കി നടന്ന വെറുമൊരു റാസ്കൽ. പക്ഷേ എപ്പോഴും ഞാൻ പോലും അറിയാതെ ഇവനൊരു ലഹരിയാ. എന്റെ പ്രണയത്തിന്റെ ഉന്മാദമായി എന്നിലേക്ക് ഇവൻ പടർന്നു കയറി. അമ്മയുടെ വാക്കുകളെ ധിക്കരിക്കുന്നവനല്ല മകൻ, അമ്മയുടെ വാക്കുകളെ അനുസരിക്കുന്നവനാ. അങ്ങനെ ചെയ്യാത്തവനാ കൃഷ്ണേട്ടന്റെ മകൻ. അതുകൊണ്ട് തന്നെ ആ അംഗീകാരത്തിന് അവന് യോഗ്യതയില്ലാന്ന് കൂട്ടിക്കോ. അവൻ ഇനിയും അനുഭവിക്കും. അഖില, അവൻ സ്വയം വലിച്ചെറിഞ്ഞു പോയതല്ല ഇതൊക്കെ. നീ അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. നീ കൃഷ്ണേട്ടന്റെ മകൻ എന്ന് പറയുന്നുണ്ടല്ലോ. എന്നു മുതലാ അവൻ എന്റെ മകൻ മാത്രമായി തുടങ്ങിയത്? അവന്റെ ഇഷ്ടങ്ങൾക്കും അവൻ വില കൊടുത്തു തുടങ്ങിയപ്പോൾ. കോഫി എടുക്കട്ടെ? വേണ്ട. എന്താ ആന്റി, എന്തോ ആലോചിക്കും പോലെ? ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ? സോറി ആന്റി. ഇല്ല, ഞാൻ വെറുതെ ഇരുന്നതാ. എന്തു പറ്റി ആന്റി? ആന്റി എന്തു പറ്റി പറയേ? ചേച്ചി എന്തു പറ്റി? ദൈവമേ, എന്തു പറ്റി ചേച്ചി? ആന്റി തല ഇറങ്ങുന്നുണ്ടോ ആന്റിക്ക്? ഞാൻ കയറി വരുമ്പോ ആന്റി തലയിൽ കൈവച്ചിരിക്കുകയായിരുന്നു. അയ്യോ ചേച്ചി പറ, ചേച്ചിക്ക് എന്താ സുഖമില്ലേ? ഇല്ല, ഒന്നുമില്ല. സ്ലോ പോയിസൺ വർക്ക് തുടങ്ങി. ആന്റി ഒന്നുമില്ല നന്ദന. ഞാൻ ഫോൺ ചെയ്തോണ്ടിരുന്നപ്പോ തല കറങ്ങുന്ന പോലെ തോന്നി. ഒരുമാതിരി കണ്ണിൽ ഇരുട്ട് കയറി തല കറങ്ങുന്ന പോലെ. ആന്റി എനിക്ക് താമസിക്കണ്ട, നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം പ്ലീസ് ആന്റി. ദൈവമേ, ചതിച്ചോ? ഇനി ഹോസ്പിറ്റലിൽ പോയി സ്ലോ പോയിസൺ ഉള്ളിൽ ചെന്നിട്ടുണ്ടെന്നെങ്ങാനും അറിഞ്ഞാ കാര്യങ്ങൾ ആകെ പൊളിയുമല്ലോ. എഴുന്നേക്ക ആന്റി, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അയ്യോ, എന്താ നന്ദന ഈ പറയുന്നേ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബെഡിൽ കിടത്തി ചേച്ചി വെറുതെ രോഗിയാക്കാനോ? തല കറങ്ങുന്നത് നന്നായിട്ട് ആഹാരം കഴിക്കാഞ്ഞിട്ടാ. എത്ര നാളായി ചേച്ചി നല്ലപോലെ ആഹാരം കഴിച്ചിട്ട്? എവിടെയും പോണ്ട ചേച്ചി, കുറച്ചു നേരം റെസ്റ്റ് എടുക്ക. ഞാൻ പോയി ജ്യൂസ് എടുത്തോണ്ട് വരാം.